ഇത് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 11-ാം വാക്യം. അതിൽ നാം ഇങ്ങനെ വായിച്ചു: എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. यो 11वां पद में ये बात है कि मेरा आनंद तुम्हें बने रहो और तुम्हारा आनंद पूरा हो जाए. നാം ഇന്ന് ചിന്തിക്കുന്നത് യേശു തരുന്നതായ ആനന്ദത്തെ കുറിച്ചത്ര. यहाँ पर मसीह ने सूचना देता है, स्वर्गीय परमेश्वर हमारे में आनंद देता है इसके बारे में. ഈ സന്തോഷം അഥവാ ഈ ആനന്ദം അന്വേഷിച്ച് പലരും തെറ്റായിട്ടുള്ളതായ പല സ്ഥലങ്ങളിൽ അത്രേ ഈ സന്തോഷം കണ്ടെത്തുവാൻ ശ്രമിക്കുന്നത്. ये आनंद पाने के लिए कई प्रकार की गलत शिक्षा में लोग जाते हैं. ഈ ക്രിസ്തു തരുന്നതായ സന്തോഷം വേറെ ഒരിടത്തു നിന്നും കിട്ടത്തില്ല. मसीह में हमें मिलता है जो आनंद कोई किसी रास्ता में से नहीं मिलेगा. അതുകൊണ്ട് തന്നെ കർത്താവ് യേശു പറഞ്ഞത് എന്റെ സ്നേഹം അല്ലെ എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാൻ. इसी कारण में मसीह ने ये बात दिया है, मुझ पर जो आनंद है वो आनंद तुम्हारे में वास करे. വിശ്വാസികളായിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ലോക മനുഷ്യരെ പോലെ നാമും സന്തോഷം അന്വേഷിച്ച് അലഞ്ഞു തിരിഞ്ഞു നടക്കുക എത്ര ചെയ്യുന്നത്. और विश्वासी है, ये विश्वासियों आनंद मगन होने के लिए इधर उधर भटकते फिरते रहते हैं. അതുകൊണ്ട് ലോകപ്രകാരമുള്ളതായ അത് പല കാര്യങ്ങളും ലഭിക്കുന്നതിന് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുകയും ജീവിതത്തിന്റെ ലക്ഷ്യം അത് തന്നെയാണ് എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നതായ അനേക വിശ്വാസികളെ നമുക്ക് കാണുവാൻ കഴിയും. आज के दिनों में आनंद मगन होने के लिए हमारे विश्वासियों के जीवन में कई प्रकार की बातों काम कार्य देखने के लिए घूमते फिरते हैं. ജീവിതത്തിൽ അതെ സക്സസിന്റേതായ വിജയത്തിന്റെ പ്രതീകം എന്ന് പറയുന്നത് ലോക മനുഷ്യരെ പോലെ തന്നെ ധാരാളമായിട്ടുള്ളതായ ആഡംബരപൂർണമായ ഒരു ജീവിതം നയിക്കുക എന്ന് പലരും വിചാരിക്കുന്നു. वो लोग ऐसे समझते हैं सांसारिक लोग इतने आनंद मगन होने के लिए वो आमतौर पर की काम कार्यों में विधाते, इसीलिए हमारे विश्वासी गण भी आगे गुजर रहा है. ഈ സന്തോഷം എന്ന് പറയുന്നത് ഗലാത്യർ 5:22 പറയുന്നത് പോലെ അത് ആത്മാവിന്റെ ഒരു ഫലമത്രേ. गलातियों की पत्री 5वां अध्याय 22वां पद में लिखा यही ये अनुग्रह के बारे में यहाँ पर पाया जाता है. നാം വായിച്ചതുപോലെ യേശു സാക്ഷാൽ മുന്തിരിവള്ളിയും നാം ക്രിസ്തുവിനോട് പറ്റിച്ചേർന്നിരിക്കുന്നതായ കൊമ്പുകളും അത്രേ. जो यूहन्ना ने यही बात लिखा है, मसीह अच्छा दाखिलता है, हम जो डालियों है. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവുമായിട്ട് പറ്റിച്ചേർന്നിരിക്കുന്നതായ ബ്രാഞ്ച് പീപ്പിൾ അത്രയും നമ്മൾ. और मसीह का साथ जुड़ा हुआ एक डालियों है मैं और आप. അതെ, ദൈവികമായിട്ടുള്ളതായ ആ മുന്തിരിവള്ളിയോട് പറ്റിച്ചേർന്നിരിക്കുകയും ആത്മീയ ജീവിതത്തിൽ ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നതിന് വിളിക്കപ്പെട്ടവരത്രേ നാം ഓരോരുത്തരും. मसीह जो द्राक्षरस की जड़ है उसका साथ जोड़ा हुआ एक लता की नाई है, आत्मिक तौर पर विश्वास में रहने वाले लोग. നാം ഓരോരുത്തരും ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ നമ്മിലുള്ളതായ ആത്മീയ ജീവൻ നാം പ്രകടിപ്പിക്കുകയത്രേ ചെയ്യുന്നത്. हमारी तरफ से आत्मिक तौर से जो ये बल, आत्मिक बल हमारे में से बाहर आते हैं, जो आत्मिक जागृति को दिखाते हैं. ഏറ്റവും വലിയ പ്രതിസന്ധികളിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം ധൈര്യത്തോടുകൂടി നിൽക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് ക്രിസ്തുവുമായുള്ളതായ നമ്മുടെ ആ ബന്ധമത്രേ. और हमारा जीवन में कई प्रकार के प्रश्न से आगे गुजरना पड़ता है, तब मसीह का साथ मेल मिलाप मिलजुला है,
इसी कारण में मसीह ने हमें दिलाजा देता है। അപ്പൊ നമ്മുടെ ജീവിതത്തില് സന്തോഷത്തിന്റെയും അഥവാ ആനന്ദത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രിസ്തുവുമായുള്ളതായ നമ്മുടെ ബന്ധമത്രേ. हमारा जीवन की आनंद की नींव यूं है, मसीह का साथ हमारा संबंध रखता है। इसी कारण में ഈ സ്നേഹത്തിൽ നിന്നും ഈ ബന്ധത്തിൽ നിന്നും ലോകത്തിലെ ഒരു ശക്തികൾക്കും നമ്മെ പിന്തിരിപ്പിക്കാൻ കഴിയുകയില്ല. ये प्रेम मेल मिलाप में से संसार की कोई शक्ति सामर्थ्य को मसीह में से हमें पीछे हटाने के लिए कोई रास्ता नहीं होते। അപ്പൊ ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നിന്ന് നമുക്ക് തന്നതായ ഈ സന്തോഷം അത് പൂർണ്ണമായി നമുക്ക് നൽകുവാൻ തക്കവണ്ണം കർത്താവ് തയ്യാറത്രേ. ये मसीह में हम रहते हुए संपूर्ण रीति पर प्रेम मेल मिलाप आनंद मसीह में रहने वालों के लिए प्रभु दिया देता है। എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും അത്രേ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. मसीह ने ये बात दिया है, मैंने ये बातें तुम्हें से इसलिए कही है कि मेरा आनंद तुम्हें बना रहे और तुम्हारा आनंद पूरा हो जाए। ഈ വചനത്തിൽ നാം വായിക്കുന്നത് എന്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. वो ये वचन हृदय देता है, मसीह का वचन तुम्हारे हृदय में और तुम मेरे में वास करेगा तो जो कुछ मांगे तुम्हें मिल जाएंगे। ക്രിസ്തുവിന് നമ്മുടെ ജീവിതത്തിൽ ഇടം കൊടുക്കുകയും ക്രിസ്തുവിന്റെ വചനത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും എന്നത്ര ഇവിടെ പറഞ്ഞിരിക്കുന്നത്. संपूर्ण रीति पर हमारा भरोसा मसीह में रखते हैं, मसीह में हम वास करते हैं। ऐसा होवे तो हमारा प्रार्थना जागृति में प्रभु जी और जवाब दिया जाएगा। പ്രാർത്ഥനയ്ക്കുള്ള മറുപടി കിട്ടുന്നതിനുള്ള ഒരു ഉപാധി, ഒരു കണ്ടീഷൻ എത്ര ഇവിടെ പറഞ്ഞിരിക്കുന്നത്. और प्रार्थना को जवाब मिलने के लिए एक रास्ता वहां पर दिया गया है। ക്രിസ്തുവിന്റെ വചനത്തിന് ജീവിതത്തിൽ ഒരു പ്രാധാന്യവും കൊടുക്കാതെ അത് അനുസരിക്കാത്തതായ വ്യക്തികളുടെ ജീവിതത്തിൽ പ്രാർത്ഥനകൾക്ക് പലപ്പോഴും മറുപടികൾ കിട്ടാറില്ല. और मसीह का नाम लेते हैं, मसीह का वचन पाता नहीं, वचन से जाता नहीं है तो कुछ परमेश्वर से जवाब नहीं मिलेगा। യോഹന്നാന്റെ സുവിശേഷം 14 21 വാക്യം. यूहन्ना की सुसमाचार 13-14 अध्याय की और वहां पर 21वां पद में यह बात दिया है, എന്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു, എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു, ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. जिसके पास मेरी आज्ञाएं हैं और वह उन्हें मानता है वही मुझसे प्रेम रखता है, और जो मुझसे प्रेम रखता है उससे मेरा पिता प्रेम रखेगा और मैं उसने प्रेम रखूंगा और अपने आप को उस पर प्रकट करूंगा। കർത്താവിനെ സ്നേഹിക്കുന്നതായ ഒരു വ്യക്തിക്ക് കർത്താവ് തന്നെ വെളിപ്പെടുത്തി തരുമെന്ന് അത്രേ പറയുന്നു. मसीह में भरोसा रखते हैं, प्रेम रखते हैं, ऐसे वालों को मसीह उन्हीं को प्रकट कर देता है। ये वचन दिया गया है। ദൈവമക്കളുടെ ജീവിതത്തിൽ കർത്താവിനെ വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അവൻ തരുന്നതായ അളവറ്റ സന്തോഷം അത്രേ. मसीह को हमारा जीवन में से प्रकट करना चाहता है, जो ये प्रकटीकरण और अनगिनत सामर्थ्य शक्ति है। ഒരുപക്ഷെ നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടാലും നിങ്ങളുടെ സന്തോഷം അത് നഷ്ടപ്പെടുകയില്ല. शायद वो हमारा नौकरी हमारे में से छूट गया, नष्ट हो गया, तो भी हमारा आनंद उठाने के लिए शैतान को हो नहीं सकता है। കാരണം നിങ്ങൾക്ക് മറ്റൊരു ജോലി ദൈവം അത് തരുന്നതിന് തയ്യാറായിരിക്കുക എത്ര ചെയ്യുന്നത്. और मसीह ने वो दूसरा एक इससे भी अच्छा नौकरी दिलाने के लिए पीछे की बात हमारे में से हट जाते हैं।
നമ്മുടെ ചില കാര്യങ്ങളിൽ നമുക്ക് പരാജയമുണ്ടായാലും നാം അതുകൊണ്ട് നശിച്ചു പോകത്തില്ല. പിന്നെയും നമുക്ക് പ്രവർത്തിക്കുന്നതിനും ജയോത്സവമായി കർത്താവ് നടത്തുകയും ചെയ്യും. हमारे से कुछ फलदायक चीज नष्ट हो गया तो उदासी ना हो, आगे बढ़े, प्रभु इससे भी अधिक श्रेष्ठ रास्ता में हमको चलाएंगे. അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തന്റെ മനസ്സ് ഇടിഞ്ഞു പോകേണ്ട കാര്യമില്ല. इसी कारण में एक विश्वासियों के बारे में कहलाता है हमारा मन टूट ना हो. അപ്പൊ എത്ര അധികം വെല്ലുവിളികളെ നമുക്ക് നേരിടേണ്ടി വന്നാൽ അതിൽ നിന്നൊക്കെയും നമുക്ക് വിടുതൽ തരുന്നതിന് കർത്താവ് തയ്യാറത്രേ. जितना भी हो, जो प्रश्न में आगे गुजरने का रास्ता होवे तो भी हम उदासी ना हो, विश्वास में बढ़ते ही रहे. കർത്താവ് നമുക്ക് തരുന്നതായ സന്തോഷമത്രേ നമ്മുടെ ശക്തി, നമ്മുടെ ബലം. मसीह ने हमें आनंद देता है, वो हमारा सामर्थ्य और शक्ति है. ഭൗതിക നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിലല്ല നമ്മുടെ ക്രിസ്തീയ ജീവിതം പടുത്തുയർത്തുന്നത്. आर्थिक बारे में हमें जितना धन दौलत मिलता है, जो आत्मिक जागृति में नहीं लाता है. സാഹചര്യങ്ങൾ എല്ലാം പ്രതികൂലമായാലും അതിന്റെ മധ്യയും ക്രിസ്തുവിൽ നമുക്ക് സന്തോഷിക്കുവാൻ കഴിയും. जो हमारा परिस्थिति हमारे में प्रतिकूल होवे तो भी मसीह में हमें आनंद मगन कर सकते हैं. അതേ കർത്താവ് പറയും, നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിച്ചാൽ അത് നിങ്ങൾക്ക് കിട്ടും. इसी कारण में मसीह ने कहा है जो हम आग्रह रखे, और हम आग्रह रखते हुए चीज तो मसीह हमारे लिए दिया देंगे. നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രിസ്തുവിനോടുള്ള നമ്മുടെ ബന്ധമത്രേ. और हमारा जिंदगी विश्वास जीवन मसीह में है, वो ही है हमारा नेव. പ്രശ്നങ്ങളുടെ മധ്യേ തളർന്നു പോകാതെ നമുക്ക് തല ഉയർത്തി നിൽക്കുവാൻ നമ്മെ പ്രാപ്തനാക്കുന്നത് കർത്താവത്രേ. मसीह के विश्वास में रहने के समय टूट फूटने का अवसर होवे तो मसीह ने हमें उन्हीं आत्मा के द्वारा हमको शुरू कर देते हैं. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ആരും സഹായിക്കുവാൻ ഇല്ലാതിരുന്നപ്പോൾ നാം ഒറ്റപ്പെട്ടു പോയ സന്ദർഭങ്ങളിലൊക്കെയും എങ്ങനെ നാം പിടിച്ചു നിന്നു എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. और हमारा जिंदगी में कई प्रश्नों में गुजरना पड़ा तब मसीह ने हमारे हाथ मिलाकर आगे बढ़ा दिया है. ये बात पीछे मुड़कर देखेगा तो मालूम पड़ सकते हैं. നമ്മുടെ ബുദ്ധി കൊണ്ടോ സ്വന്തം കഴിവ് കൊണ്ടോ അല്ലെങ്കിൽ സ്നേഹിതരുടേതായ സഹായം കൊണ്ടോ അല്ല നാം നിന്നത്, കർത്താവ് നമ്മെ നിർത്തിയത് കൊണ്ടത്രേ. हम बुद्धिमान होकर बुद्धि प्रवृत्ति में आगे बढ़ने के कारण से नहीं, मसीह ने हमें संभालता है वो ही कारण से. അതുകൊണ്ട് കർത്താവ് നമുക്ക് തരുന്നതായ സന്തോഷം എന്ന് പറയുന്നത് അത് ആന്തരികമായിട്ട് അത് ജനറേറ്റ് ചെയ്യുന്നതായ ഒന്നത്രേ. मसीह ने हमें आनंद देते हैं, जो आनंद मसीह में से उत्पन्न होते हैं. വിശ്വാസികളുടെ ജീവിതം നോക്കുമ്പോൾ പല വിധത്തിലുള്ള അനർത്ഥങ്ങളിലൂടെയും പ്രതികൂലങ്ങളിലൂടെയും കഷ്ടങ്ങളുടെയും ഞെരുക്കങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴും അവർ പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുന്നു. और हमारा जीवन में यही बात है, कई प्रकार की शोक कष्ट भोगना पड़ते हैं, उसी समय भी पवित्र आत्मा हमें दिलासा देता है, आनंद देता है, आगे बढ़ने देते हैं. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നപ്പോൾ എന്ത് മാറ്റം സംഭവിച്ചു? मसीह हमारा अंधकरण में हृदय में आया है कि हमारा जिंदगी को कितना फेर फर्क हुई है. അതുകൊണ്ടത്രേ കഷ്ടങ്ങളിലും നമുക്ക് കർത്താവിനെ പാടി സ്തുതിക്കുവാൻ കഴിയുന്നത്. इसी कारण में दुख के समय, कष्ट शोक के समय भी गीत गाते हुए आनंद मगन होते हैं. ഈ ക്രിസ്ത്യാനികളുടേതായ ഇങ്ങനെയുള്ളതായ ആ ഒരു കഷ്ടങ്ങളിലും പാടി ദൈവത്തെ സ്തുതിക്കുന്നതായ അനുഭവം കാണുമ്പോൾ ലോക ജനത്തിന് അത് മനസ്സിലാകുന്നില്ല. और मसीह की काम कार्यों में आनंद होते हैं, उसी समय सांसारिक लोगों को इसका भेद तो नहीं मालूम पड़ते हैं. നമ്മെ കരുതുന്നതായ നമ്മെ സ്നേഹിക്കുന്നതായ ഒരു കർത്താവ് നമുക്കുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ട്.
हमारे में प्रेम करता है और मेल मिलाप होते हैं। हमारा कष्ट शोक में हमारा सामने आने वाला एक मसीह हमारे लिए है। ലോകം നമ്മെ അംഗീകരിക്കുന്നില്ലായിരിക്കാം, ബന്ധുജനങ്ങൾ നമ്മെ ഉപേക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടാകാം. എന്നാലും ഒരു നാളും കൈവിടാത്തതായ കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. दुनियादारी लोग हमें त्याग करेंगे, हमारा रिश्तेदारों भाइयों सब कुछ त्याग करेगा, तो हमारा ईश्वरी की वाणी है, मैं तुम्हें त्याग नहीं करूं। അതുകൊണ്ട് തന്നെ നമ്മുടെ കർത്താവിൽ സന്തോഷം അവന്റെ ജീവന്റെ ബലമെന്ന്. ऐसे कारण में मसीह हमारा जीवन की बल है। കർത്താവ് എന്റെ ഉള്ളത്തിൽ വന്നപ്പോൾ എന്ത് മാറ്റം വന്നു എന്നിൽ. मसीह हमारा जिंदगी में आया तब कितनी फर्क पड़ा है। അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട്, ഒരു വിശ്വാസി ആയതുകൊണ്ട് വെല്ലുവിളികൾ, പ്രശ്നങ്ങൾ ഇല്ല എന്ന് ആരും വിചാരിക്കില്ല. मसीह में हमारा जीवन सौंपेगा तो हमें घेर लेने के लिए शैतान नहीं आएगा, हमारा जिंदगी को नहीं टूटेंगे। ये बात सोच विचार करना सही नहीं है। നമ്മുടെ ഉള്ളിൽ കർത്താവിന്റെ വചനമുണ്ട്. हमारा हृदय के अंदर परमेश्वर की वचन है। ഈ വചനമത്രേ നമ്മുടെ ശക്തി എന്ന് പറയുന്നത്. ये वचन है हमारा सामर्थ्य। ഒരു ഡോക്ടറെ അടുക്കൽ നാം ചെല്ലുമ്പോൾ ഡോക്ടർ പലവിധമായ മരുന്നുകളുടേതായ ഒരു കുറിപ്പടി നമുക്ക് തരും. अस्पताल में जाते हैं, डॉक्टर ने कई प्रकार की एक लिखा दवा की नाम लिख के देता है। എന്നാൽ ആ കുറിപ്പടി നമ്മൾ എവിടെയെങ്കിലും കളഞ്ഞിട്ട് പിന്നെ ആ മരുന്ന് നാം ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരു പ്രയോജനവുമില്ല. डॉक्टर ने लिखे दिया है, वो पेपर और नुकसान करने की बाद में दवा नहीं खाएगा, वो भला बात नहीं होता है। വിവിധ പ്രശ്നങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ അതിനെയൊക്കെ അതിജീവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ളതായ പ്രിസ്ക്രിപ്ഷൻ അത്രയും സത്യവേദ പുസ്തകത്തിൽ നാം വായിക്കുന്നത്. हमारा जिंदगी की कई प्रकार के प्रश्नों में गुजरने के समय मसीह की सामर्थ्य शक्ति से आगे बढ़ना फलदायी है। അപ്പൊ ഈ കർത്താവ് തന്നിരിക്കുന്ന ഈ വചനം അപഹരിച്ചു കൊണ്ടുപോകാൻ പിശാചിനെ നാം അനുവദിക്കരുത്. मसीह ने हमें जो वरदान आशा दिया है, शैतान ने आकर घेर लेना नहीं। പ്രിയരെ, കർത്താവിനെ നാം സ്വീകരിച്ചപ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചു? हम मसीह को स्वीकार किया तब हमारे में क्या भेद आया, क्या बात हुई है। നമ്മുടെ ചുറ്റുപാടുകൾക്ക് ഒരു മാറ്റവും സംഭവിച്ചില്ല. हमारे आजू बाजू में कोई कुछ फर्क नहीं पड़ा। നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ ബാഹ്യമായിട്ടുള്ള ജീവിതം, അതിന് ഒരു മാറ്റവും നമുക്ക് കാണാൻ കഴിയുന്നില്ലായിരിക്കാം. बाहरी के तौर पर हमारे में कुछ फर्क नहीं हुई। എന്നാൽ കർത്താവിനെ നാം സ്വീകരിച്ചപ്പോൾ കർത്താവ് നമുക്കൊരു പുതിയ ഹൃദയത്തിന്റെ ഉടമയാക്കിയിരിക്കുക എത്ര ചെയ്തത്. व्यक्तिगत तौर पर मसीह को स्वीकार करते हैं, व्यक्तिगत तौर पर प्रभु ने हमारे में कितनी और फर्क कर दिया है। നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു പുതിയ ഹൃദയം, ഒരു പുതിയ സ്വഭാവം കർത്താവ് നൽകുകയും തന്റെ സന്തോഷത്താൽ നമ്മെ നിറച്ചിരിക്കുകയും അത്രേ ചെയ്യുന്നത്. और यीशु को अपनाया तब हमारा हृदय में मसीह दूसरा एक हृदय दिया और तरस खाने के बारे में। എന്നിട്ട് കർത്താവ് പറയുന്നത്, നിനക്ക് എന്താണോ ആവശ്യമായിരിക്കുന്നത് അതത്ര ഞാൻ നിനക്ക് നൽകിയിരിക്കുന്നത് എന്ന്. मसीह ने यही बात दिया है, तुम्हें क्या चाहता है वो मैं तुम्हें दूंगा। അപ്പോ നമുക്ക് നമ്മുടെ ഉള്ളിൽ ബലം നൽകിയിരിക്കുകയാണ്. हमारे हृदय के अंदर बल दिया है। ഈ ബലത്താൽ നമുക്ക് ശത്രുവിന്റെ ശക്തിയെ പരാജയപ്പെടുത്തുവാൻ കഴിയും. ये सामर्थ्य से शत्रुओं की सामर्थ्य को बुझा सकते हैं। ഈ ലോക ജീവിതത്തിൽ നമുക്ക് ശക്തിയോടുകൂടി നിൽക്കുവാൻ അത് നമ്മെ പ്രാപ്തരാക്കും. ये परमेश्वर की वजह से शक्ति सामर्थ्य से आगे बढ़ सकते हैं। കർത്താവുള്ള സന്തോഷം അതത്രേ നമ്മുടെ ബലം. मसीह में हमारा आनंद है, वो ही है हमारा बल। അതെ, കർത്താവിൻ്റെതായ ഈ വിശ്വാസം നിമിത്തം ഈ സന്തോഷം നമുക്കുള്ളത് കൊണ്ട് നാം ബലവാന്മാരത്രേ. मसीह में हमारा विश्वास जो ही है हमारा बल।
അതുകൊണ്ട് നമുക്ക് കഷ്ടങ്ങളിലും ആ, കർത്താവിൽ സന്തോഷിക്കുവാൻ കഴിയും. वो हमारा संकट का समय में भी हमें यीशु मसीह में आनंद मगन कर सकते हैं। വളരെ അഭിവൃദ്ധി ഉണ്ടാകുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഭൗതികമായ ചില നേട്ടങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടോ ആ, അതിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മുടെ സന്തോഷം നിലനിൽക്കുന്നത്. हमारे हृदय में आनंद होता है, जीवन में आनंद होता है, बाहरी के तौर पर कुछ यदि पाने में हम संतुष्ट नहीं बनते हैं। നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നിയന്ത്രണം നടത്തുന്നു എങ്കിൽ നാം ഈ ലോകത്തിൽ ഏറ്റവും വലിയ സമ്പന്നനായ വ്യക്തിയത്രേ. और मसीह की आनंद में, मसीह के जीवन की आनंद हमारे में आएगा तो दुनिया के सारे लोगों से भी संतृप्त लोग हैं। അതെ, നമ്മുടെ ജീവിതത്തിൽ അതെ ദൈവമക്കളുടെ ജീവിതത്തിൽ അതെ ഒന്നുമില്ല എങ്കിലും അവർ വളരെ സന്തോഷമുള്ളവരത്രേ. मसीह के लोग, मसीह में हम रहते हैं, इतने भी आनंद मगन होते हैं। അവരുടെ നാവിൽ എപ്പോഴും സ്തുതിസ്തോത്രങ്ങൾ ഉണ്ടായിരിക്കും. हमारा जीव में, होठों में वो धन्यवाद और कीर्तन भी रहेंगे। ഭയാനകമായ സാഹചര്യത്തിലൂടെ ആയിരിക്കും അവർ കടന്നു പോകുന്നത്. शायद वो भयभीत होकर आगे जीवन गुजरता होगा। ഏറ്റവും വലിയ പ്രതികൂലങ്ങളുടെ സാഹചര്യത്തിലൂടെ കടന്നുപോയ പൗലോസ് ജനത്തെ ഉത്ബോധിപ്പിക്കുന്നത് എപ്പോഴും സന്തോഷിപ്പിൻ എന്നത്രേ. हर प्रकार की कष्ट शोक भोग कर जीवन गुजरा आगे बढ़ाया हुआ प्रेरित पौलुस हर प्रकार के प्रश्न में गिरा, फिर भी कहता है मसीह में आनंद हो, आनंद हो। ജീവിതത്തിൽ ഏറ്റവും കഠിനമായിട്ടുള്ള ടഫ് ടൈംസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധം അങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ട് നമുക്ക് അതിജീവിക്കുവാൻ കഴിയും. हमारे जिंदगी मसीह में वास होते हैं, कई प्रकार की परीक्षा और प्रश्नों से आगे बढ़ने का ही समय भी हमारा मसीह की सामर्थ हमारे में निरंतर वास करते हैं। സങ്കീർത്തനങ്ങൾ 30:5 भजन संगीता 30वां भजन संगीता 5वां पद में ये पद हमको पाया जाता है। അവന്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന രാവാർക്കും ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. क्योंकि उसका क्रोध तो क्षण भर का होता है, परंतु उसकी प्रसन्नता जीवन भर की होती है। कदाचित रात को रोना पड़े, परंतु सवेरा आनंद पहुंचेंगे। ദൈവമക്കളുടെ ജീവിതത്തിൽ അനുതാപത്തിന്റെ കണ്ണുനീരൊഴുകട്ടെ. मसीह के लोगों में तरस खाते हुए ऐसे तसली की आंसू बहाना वाला है। അങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ അവർ ആനന്ദഘോഷം അത് അനുഭവിക്കുവാൻ പോവുകയത്രേ ചെയ്യുന്നത്. ऐसे वालों का हृदय में आनंद की ऐसा उत्सव मना रहा है। വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നല്ലോ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കുമെന്ന്. और भजन में ये पाया जाता है, दुखित है, खेदित है, वो मसीह में से आनंद पाएंगे। നമ്മുടെ പാപത്തെ ഓർത്ത് അനുതാപത്തോടുകൂടി കർത്താവിന്റെ സന്നിധിയിൽ കടന്നു ചെല്ലുകയാണെങ്കിൽ നിശ്ചയമായിട്ടും അവൻ നമ്മെ കൈക്കൊള്ളുകയും നമ്മെ യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്യും. और हमारा दुख कष्ट शोक के समय में मसीह में वास करते हुए मसीह में रहेगा तो हमारा कष्ट से प्रभु ने हमें बचाएंगे। നാം തളർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ അവിശ്വാസികളായി തീരാതെ ഉറച്ചു നിൽക്കേണ്ടത് ആവശ്യമായിരിക്കും. हमारे प्रश्नों में थके मारते हुए लोग नहीं, शक्ति सामर्थ्य पाते हुए आगे बढ़ने की जरूरत है। കർത്താവിന്റെ വിശ്വാസത്തിൽ ഈ പ്രതികൂലങ്ങളുടെ മധ്യയും നാം ഉറച്ചു നിൽക്കുകയാണെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കുന്നതിന് നമുക്ക് കഴിയും. हमारे मसीह में हमारा जिंदगी सौंपेगा तो कोई प्रश्न आता है, प्रश्न में से भी बचाने के लिए प्रभु अवसर देंगे। എല്ലാ പ്രതിസന്ധികളെയും തടസ്സങ്ങളെയും അതിജീവിക്കുന്നതിന് നമുക്ക് കഴിയും. हमारे कई प्रकार की रुकावट हो, नुकसान की बात हो आते हैं, उसमें से भी आगे बढ़ने के लिए प्रभु अधिकार देंगे। ചിലപ്പോൾ നമ്മുടെ ജീവിതത്തില് വളരെ ഇരുട്ടിന്റെ അനുഭവങ്ങൾ ഉണ്ടാകാം. कई प्रकार हमारा जिंदगी में अंधकार की अवस्था भी होएगी। ഇരുട്ടിൽ ഒന്നും കാണുന്നില്ല.
अंधकार में कुछ देख नहीं सकता है। എന്ത് ചെയ്യണമെന്നറിയാതെ നാം പകച്ചു നിൽക്കുമ്പോൾ അവിടെയും നമുക്ക് ഉറച്ചു നിൽക്കുവാൻ കഴിയും. കർത്താവിന്റെ സന്തോഷം നമുക്കുള്ളത് കൊണ്ട്. हमारे मसीह की आनंद हमारे में है, इसी कारण में कष्ट शोक भोगने का समय भी आनंद मनाने के लिए अवसर दिया देंगे। മാതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുഞ്ഞിനെ ലഭിക്കുമ്പോൾ അവർക്ക് വളരെ സന്തോഷമുണ്ടാകും. एक माता जी को एक पुत्र को दिया जाएगा तो इनका हृदय की आनंद अमूल्य है। എന്നാൽ അതിനു മുമ്പുള്ളതായ സമയമൊക്കെയും അവർ വളരെ വേദനയോടുകൂടി കടന്നു പോകുന്ന നിമിഷങ്ങളായിരിക്കാം. एक बच्चों को जन्म देने का पहले इतने दुख भरी जीवन बिताने वाली होगा। എന്നാൽ അവരുടെ കരച്ചിൽ മാറിയിട്ട് വളരെ സന്തോഷമുള്ളതായ ഒരു അനുഭവത്തിലേക്ക് അവർ മാറ്റപ്പെടുന്നു. बच्चा जन्मने के बाद में उनको सारे पीछे का कष्ट दुख को पीछे बिताते हुए आनंद होने के लिए आगे बढ़ते हैं। കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ താൻ ഗതശമനത്തോട്ടത്തിൽ തീവ്രതയോടുകൂടി തകർക്കപ്പെട്ടവനായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർണനായിരിക്കുകയായിരുന്നു. मसीह को पकड़वाया हुआ उसी रात गतशमनी वाटिया में हृदय फाट कर रो रो कर प्रभु की ओर प्रार्थना मांगते ही देखा था। എഫേസ്യർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ. എബ്രായർ 12-ന്റെയും 2-3 വാക്യങ്ങൾ. इब्रानियों की पत्री 12वां अध्याय की 2 और 3 पद में ये बात पाया जाता है। വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നതിനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തെ ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. और विश्वास के कर्ता और सिद्ध करने वाले यीशु की ओर ताकते रहे, जिसने उस आनंद के लिए जो उसके आगे धरा था लज्जा की कुछ चिंता न करके क्रूस का दुख सहा और परमेश्वर के सिंहासन की दाहिने ओर जा बैठा। നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. इसलिए तुम ध्यान करें, जिस उसके विरोध में पापियों का इनका इतना विरोध सह लिया कि तुम निराशा होकर सहस ना छोड़ दे। വളരെയധികം നിന്ദകളും പീഡനങ്ങളും സഹിച്ചുകൊണ്ട് ആ ക്രൂശമരണം വഹിക്കുവാൻ യേശു തയ്യാറായി. कोई कई प्रकार की कष्ट दुख भोग कर क्रूसारोहण की वेदना सहज कर वो अपने लिए अपना जीवन बचाने के लिए रास्ता नहीं देखा और मानव जातियों के लिए जीवन दिया। യേശു വളരെയധികം നിന്ദിക്കപ്പെട്ടു. यीशु मसीह ने निंदा उड़ाया, അവന്റെ തലയിൽ മുൾക്കിരീടം ചൂടി. उनका सिर पर खाने की मुकुट लगाया, അവന്റെ ശരീരം ഉഴവുചാലുകൾ പോലെ ആയിത്തീർന്നു. उनका शरीर लेथाइयों की नाई फाड़ दिया, കൈകാലുകളിൽ അത് കൂട്ട ആണികൾ തറച്ചു. हाथ और पैरों में किला ठोका, തന്റെ ശരീരത്തിലൂടെ രക്തം ധാരതയായി ഒഴുകുന്നതിന് उनके शरीर से रक्त बहने शुरू किया। ഇതൊക്കെയും കർത്താവ് സഹിച്ചത് അതിന്റെ പിന്നിലുള്ളതായ രഹസ്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നതായ സന്തോഷം ഓർത്തിട്ടത്രേ. और ये इतनी बात सहने के कारण मसीह का सामने एक अच्छा दौड़ बाकी है, वो पूरा करने के लिए है। അത് ഏറ്റവും വലിയ തീവ്രമായ കഷ്ടതയിലൂടെ കടന്നുപോയപ്പോഴും യേശുവിൻ്റെതായ ആ സഹനം നാം ദുരിതങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കൊരു മാതൃകയാകട്ടെ. इतने प्रश्नों से गुजरने की हाल हुई मैं और आपकी हमारा जिंदगी को जीवन शुद्ध पवित्र होने के लिए मसीह ने सजा है। എന്റെയും നിങ്ങളുടെയും രക്ഷ അതത്രേ യേശു ക്രിസ്തുവിൻ്റെതായ ദൗത്യം ആയിരുന്നത്. मैं और आपकी हमारा जिंदगी की उद्धार
मसीह में गुप्त थे। പാപത്തിൽ ജീവിക്കുന്നതായ മാനവരാശിയെ രക്ഷിക്കുന്നതിന് വേണ്ടി താൻ ഏറ്റെടുത്തതായ മഹത്തായ ദൗത്യമത്രേ അത്. पाप के कीचड़ में रहे हुए वो कुंड से हमें बचाने के लिए मसीह ने वो कष्ट मसीह के ऊपर उठा लिया है। ക്രൂശമരണത്തിലൂടെയും ഉയർത്തെഴുന്നേൽപ്പിലൂടെയും സ്വർഗാരോഹണത്തിലൂടെയും താൻ പിതാവിന്റെ വലത്തെ ഭാഗത്ത് വളരെ മഹത്വത്തോടുകൂടി ഇരിക്കുകയത്രേ ചെയ്യുന്നത്. और मसीह के कष्ट और क्रूसारोहण के बारे में अपने आपके शरीर में सारे मानवीयों के पाप उठाकर यहाँ पर जीवन समाप्त करके मसीह की परमेश्वर की दाहिने हाथ की ओर मुंह बैठा है। ഈ താണ ലോകത്തിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്ന ഓരോ വ്യക്തികളെയും തന്നോടൊപ്പം താനിരിക്കുന്ന സ്ഥാനത്ത് സ്വർഗോന്നതങ്ങളിൽ ഇരുത്തുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. मसीह को अपनाया अपनाता है। जितनों ने मसीह को अंगीकार किया उन्हीं को भी मसीह ने स्वर्ग राज्य में परमेश्वर की ओर बढ़ाने के लिए चाहता है। യേശു ക്രൂശിൽ പിടഞ്ഞ് മരിച്ചത് നമ്മെ ഓരോരുത്തരുടെയും രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. मसीह ने क्रूस पर मृत्यु पाया, मैं और आपके उद्धार के लिए उन्होंने पाया है। ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി തന്റെ ജീവൻ അർപ്പിക്കുന്നതിന് വേണ്ടി യേശു തയ്യാറായി. ये मानव जातियों की रक्षा के लिए मसीह ने अपना आपके जीवन समर्पण किया है। അതെ, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും യേശു തന്റെ അപമാനവും ക്രൂശിനെയും അത് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അത് അപമാനം സഹിക്കുന്നതിന് തയ്യാറായിരുന്നു. हमारा जीवन के उद्धार के लिए मसीह ने अपना जीवन की अपराध को, अपना जीवन की वो रक्षा नहीं करने का नहीं और हमारे जीवन की रक्षा के लिए सजा है। ഈ വലിയ സന്തോഷം അത്രേ ഭാവി നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആ മഹത്വകരമായ പദ്ധതി അത്രേ ഈ പ്രതികൂലങ്ങളെ നിസാരമാക്കിക്കൊണ്ട് അത് പിടിച്ചു വിശ്വാസം ഉറച്ചു നിൽക്കുവാൻ നമുക്ക് ശക്തി പകരുന്നത്. ये सामर्थ्य की शक्ति हमारा मसीह ने अपना स्वयं उठा लिया और धकेलते लोग हमें हिम्मत देने के लिए प्रभु ने सजा है। വേണ്ടി ത്യാഗം സഹിക്കുന്നതിനും നിന്ന സഹിക്കുന്നതിനും ദൈവത്തിന്റെ ദാസന്മാര് അത് വളരെ ഉത്സാഹത്തോടെ നിൽക്കുന്നു. പ്രതികൂലത്തിന്റെ മധ്യയും നിവർന്നു നിൽക്കുന്നു. और परमेश्वर के लोगों को मसीह में रहे और मसीह में वास करे, इसी कारण में अपने आप को स्वयं अर्पित करते हुए आगे बढ़ाते हैं। വിശ്വാസികളുടെ ജീവിതത്തിൽ നിരവധി അനർത്ഥങ്ങൾ വരുന്നുണ്ടെങ്കിലും അവർ വിശ്വാസം ഒട്ടും പിന്മാറാതെ ഉറച്ചു നിൽക്കുന്നത് തങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നതായ തങ്ങൾക്ക് കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്നതായ ആ നിത്യതയത്രേ. और हमारा विश्वासी जनों की विश्वास जीवन में भी कई प्रकार की प्रश्न आते हैं। हमारा मसीह ने हमारा साथ वायदा बनाया, मैं कहां पर बैठू वहां पर बैठाएंगे, ये बात हमारे लिए दिया, ये इसी कारण में दौड़ रहा है। നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളും വേദനകളും അത് കരച്ചിലിന്റെ അനുഭവങ്ങളും ഒക്കെ അത് വളരെ ഷോർട്ട് പീരീഡിലേക്കുള്ളത് അത്രേ. हमारा जिंदगी के संकट हो, कष्ट हो, शोक हो, थोड़ा सा समय क्षण भर समय के लिए है। ക്രൂശിന് അപ്പുറമുള്ളതായ ആ നിത്യത ആ സ്വർഗീയ അനുഭവങ്ങള് യേശുവിന് പ്രചോദനമായിരുന്നു. हाँ, वो आनंद काल की जीवन हमारे लिए बताया दिया है, यही है आगे बढ़ने की रास्ता हुई है। വിശ്വാസികൾ ഉറച്ചു നിൽക്കുന്നത്, പതറിപ്പോകാതെ വിശ്വാസത്യാഗം ചെയ്യാതെ നിൽക്കുന്നത് തങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നതായ ആ നിത്യതയെ കണ്ടുകൊണ്ടത്രേ. हमारा विश्वास से जीवन, विश्वासियों ने अपने आप को समर्पण कर देते हुए शोक कष्ट में सिर पकड़ते हुए रहते हैं, कारण मसीह ने हमारे लिए अच्छा रास्ता वायदा किया है। കർത്താവിലൂടെ നാം പ്രാപിച്ചതായ ആ സന്തോഷം നമ്മിലുള്ളത് കൊണ്ട് നമ്മുടെ ഉള്ളതായ നിന്ദകളെയും അവഗണിച്ചുകൊണ്ട് ക്രൂശ് എടുത്തുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കാമോ?
हमारे जीवन में भी कुछ कष्ट सुख दुख आते हैं। हमारे आगे गए हुए मसीह ने बताया बात सोच समझते हुए अपने आंखों सुनाकर उनका पीछे हो लिया जाए। 2 കൊരിന്ത്യർ 4:8 दूसरा कोरिन्थियर 4 की 8वां पद में ये बात हम पाया जाता है। ഞങ്ങൾ സകലവിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. അധ്യായം ഒന്നോട് പറഞ്ഞേ. 4-ാം അധ്യായം 8-ഉം 9-ഉം വാക്യങ്ങൾ. और दूसरा कोरिन्थियर 4 की 8 और 9 पद में ये पाया जाता है। और ऐसा लिखा, हम चारों ओर से क्लेश तो भोगते हैं पर संकट में नहीं पड़ते हैं, निरुपाय तो है कि निराशा नहीं होते, तबाह सताते तो जाते हैं पर त्याए नहीं जाते, गिराए तो जाते हैं पर नष्ट नहीं होते हैं। इस यीशु की मृत्यु की अपने देह में हर समय लिए स्मृति है कि यीशु का जीवन भी हमारा देह में प्रकट हो। ക്രിസ്തുവിന്റെ ഒരു മിഷണറി ആയിട്ട് ദൈവവേല ചെയ്തുകൊണ്ടിരുന്നതായ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം നിരവധി സന്ദർഭങ്ങളിൽ മരണം മുഖാമുഖമായി അദ്ദേഹം കണ്ടു. और मसीह की सेवकाई में अपना जीवन समर्पित किया हुआ प्रेरित पौलुस ने मसीह की नाम की महिमा के लिए जिंदगी भरकर और वेदना सहज कर आगे बढ़ना पड़ा। 40 അടി എത്രയോ പ്രാവശ്യം താൻ ഏറ്റെടുത്തു. 39 घोड़ा के मारा और 5 बार मोही ने सज लिया। എത്രയോ പ്രാവശ്യം താൻ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു. बहुत सारे समय कारागृह में और बंदी गृह में थे। അദ്ദേഹം പറയുകയാണ്, ഈ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നെങ്കിലും ഞാൻ നിരാശപ്പെടുന്നില്ല എന്നത്രേ. और इतने कष्ट दुख भोगते हैं भी मैं निराशा में नहीं होता है। ഈ പരീക്ഷകളുടെ മധ്യേയും താൻ തന്റെ വിശ്വാസം ഉപേക്ഷിക്കുവാൻ തയ്യാറല്ല. ये परीक्षा की समय भी वो और विश्वास त्यागना पड़ा। ഒരിക്കൽ താൻ ഒരു ന്യായവിസ്താരത്തിൽ ആയിരുന്നതായ സന്ദർഭത്തിൽ താൻ നോക്കിയപ്പോൾ തന്റെ സ്നേഹിതന്മാരായ അല്ലെങ്കിൽ തന്റെ കൂട്ടുവേലക്കാരെ ആരെയും അവിടെ കണ്ടില്ല. वो एक विस्तार सभा में न्याय करने के लिए आया, तब वो कोई किसी ने सगे संगति वाले कोई वहां पर नहीं मिला। നിമിഷം സിംഹത്തിന്റെ കൂട്ടിലേക്ക് താൻ വലിച്ചെറിയപ്പെടുന്നതായ ഒരു ന്യായവിധി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. और सिंह की गुफा में डालने की एक व्यवस्था आगे आने वाले थे। എന്നാൽ താൻ പറയുന്നത് കർത്താവ് തന്നോട് കൂടെ ഉണ്ടായിരുന്നു എന്നത്ര. तब ही वही करता है, मसीह हमारा साथ भी साथ है। ആ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെയും തന്നെ സഹായിക്കുവാൻ തനിക്ക് അതിജീവിക്കുവാൻ ഇടയായിട്ടുള്ള കർത്താവുള്ളതായ ആ സന്തോഷം, ആ ബലമത്രേ. ये प्रतिकूल अनुभव में अपने आप को हिम्मत बांधते हुए आगे दौड़ने के कारण मसीह की आत्मा की सामर्थ पाया, वही कारण से। പ്രിയരെ, നാം കഷ്ടത ഉപദ്രവം അനുഭവിക്കുന്നുവെങ്കിലും നാം ഉപേക്ഷിക്കപ്പെടുന്നില്ല. प्यारो प्रेमियों, कष्ट सहजते हैं हमारा मसीह को त्याग नहीं करते। ലോകത്തിന്റെ മുമ്പിൽ നാം വീണ് കിടക്കുന്നവർ അപമാനിതരെങ്കിലും നാം നശിച്ചു പോകുന്നില്ല. संसारिक लोगों के बीच में हम गिरने पड़ा है, लेकिन नाश नहीं होते हैं। നമ്മെ കർത്താവ് ഒരു നാളും നശിച്ചു പോകുവാൻ അനുവദിക്കുകയില്ല. हमारे जिंदगी को नाश होने के लिए अनुमति नहीं दिया देगा। അപ്പോ കർത്താവുള്ള സന്തോഷം അതത്രേ ജീവിതത്തിലെ അന്ധകാരമയമായ താഴ്വരകളിലൂടെ നടന്നു നീങ്ങുവാൻ തക്കവണ്ണം നമ്മെ സഹായിക്കുന്നത്. और हमारा जिंदगी में कई प्रकार की प्रश्नों से गुजरना पड़ा, तब भी
हम गिरता नहीं, त्यागी नहीं होते हैं। കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ തന്നെ അവനെ പിന്തുടരുന്നതായ ദൈവമക്കൾക്കും അനവധി കഷ്ടങ്ങളിലും വേദനകളും ഇവിടെ ഉണ്ട്. मसीह या पौलुस कितने दुख सजा, ऐसी नहीं मसीह का पीछे हो लिया जाते हैं। हमारे जिंदगी में भी ये प्रश्न आते ही रहेंगे। ഈ നാം അല്ലെങ്കിൽ ഈ പൗലൂസിനെ പോലെയും ഉള്ളതായ ജീവിതാനുഭവങ്ങളിലെ കടന്നു പോകുമ്പോഴും നമ്മെ മുന്നോട്ട് നയിക്കുന്നത് കർത്താവുള്ളതായ പ്രത്യാശയത്രേ. पौलुस ने इतने दुख भोगना पड़ा, पौलुस को आगे बढ़ने के लिए अवसर हुई यही बात में, और पौलुस को वो पराया आत्मा हमारे में भी निरंतर वास करते हैं इसी कारण में। ഈ ലോകത്തിലല്ല, നശിച്ചു പോകുന്ന ഈ ലോകത്തിലല്ല നമ്മുടെ പ്രത്യാശ. ये दुनिया नाश होते हैं, ये दुनिया की नाशमय चीजों से हम बच नहीं जा। കർത്താവ് തരുന്നതായ സന്തോഷം എന്ന് പറയുന്നത് അത് നമ്മുടെ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതായ സന്തോഷമല്ല. और मसीह ने हमें दिया देता है वो आनंद, संसार में से मिलता वो आनंद है ही नहीं है। ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലും നമുക്ക് സന്തോഷത്തോടെ നിൽക്കുവാൻ കഴിയുന്നത് കർത്താവിന്റെ ബലമത്രേ. और हमारा जिंदगी में कई प्रश्नों में से आगे बढ़ने के लिए हिम्मत देता है मसीह की आनंद में। കർത്താവുള്ളതായ ഈ ആനന്ദം നമ്മളുള്ളത് കൊണ്ട് അത് നമുക്ക് ഇതാണ് വളരെ മഹത്വകരമായ ഒരു ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുന്നതിന് വേണ്ടിയുള്ളതായ പ്രചോദനം അത്രേ. और मसीह में आनंद मगन होते हैं, कारण यही है मसीह की आत्मा वास करते हुए और धक्का देते हैं मसीह के लिए जीने का। ഏറ്റവും കഠിനമായ അനുഭവങ്ങളിലെ കടന്നുപോയതായ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ മറ്റ് ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിനെയൊക്കെ മുമ്പോട്ട് തരണം ചെയ്ത് മുമ്പോട്ട് പോകാൻ സഹായിച്ചത് സ്വർഗത്തെ കുറിച്ചുള്ളതായ ആ പ്രത്യാശയത്രേ. मसीह या पौलुस या मसीह की शिष्यों जो प्रश्नों को देखा नहीं, स्वर्गीय आशा उन्हें पर है, इसी कारण में आगे बढ़ने के लिए अवसर हुई है। നാം ഈ ഭൂമിയിലായിരിക്കുന്നു എങ്കിലും ആത്മീയമായിട്ട് നാം സ്വർഗീയന്മാരത്രേ. हम धरती पर है, भूमि में वास करते हैं, लेकिन मसीह को क्यों नहीं त्याग करते हैं? मसीह की आत्मा हमारे में वास करते हैं। ക്രിസ്തുവിനെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തേക്ക് പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരുത്തിയിരിക്കുന്ന പോലെ നമ്മയും കർത്താവിനോട് കൂടി ഇരുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. हमारे लिए जीवन दिया हुआ मसीह को पिता परमेश्वर ने स्वर्गीय स्थान में बैठा दिया, तो मसीह को अपनाया हुआ लोगों को भी प्रभु ने ये और जगह दिया देगा। അതുകൊണ്ട് കഷ്ടതയുടെയും ഞെരുക്കത്തിന്റെയും ക്രൂശിന്റെ അനുഭവത്തിന് അപ്പുറമായിട്ടുള്ളതായ ആ സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ ധാരാളമായി കർത്താവ് നൽകിയിരിക്കുന്നു. അതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. मसीह में आनंद मगन हो, जो मसीह ने जो वास करता जगह हमारे लिए काफी है, इसलिए आनंद से और कष्ट से और बचाओ वहां पर जाने के लिए तैयारी के साथ रहे। ലോകപ്രകാരമുള്ള സന്തോഷമല്ല, ക്രിസ്തു തരുന്നതായ സന്തോഷത്താൽ നമ്മെ തന്നെ കർത്താവ് നിറയ്ക്കട്ടെ. सांसारिक आनंद में नहीं, स्वर्गीय परमेश्वर की ओर से मिलता हुआ वो आनंद में मगन हो। ഈ കർത്താവിനുള്ളതായ സന്തോഷം അത് നമ്മുടെ ബലമായിരിക്കാൻ നമുക്ക് പൈശാചിക ശക്തികളെ പരാജയപ്പെടുത്തുവാൻ കഴിയും. और मसीह में आनंद देता है, जो आनंद में हम रहे, मसीह की आत्मा की अगुवाई हमें मिले। ഏത് സാഹചര്യത്തിലും അത് സംതൃപ്തിയുള്ളവരായിട്ട് നമുക്ക് ജീവിക്കുവാൻ കഴിയും. कोई परिस्थिति में आनंद से जीवन बिताए, प्रभु परमेश्वर में सहाय करेंगे। അതുകൊണ്ട് പൗലോസ് പറയുന്ന പോലെ കഷ്ടങ്ങളിലും ഞെരുക്കങ്ങളിലും നമുക്ക് സന്തോഷിക്കുവാൻ കഴിയും. वो इसी कारण में पौलुस ने बताता है, कष्ट हो, दुख हो, शोक हो, इसमें आनंद मगन हो। ഒരു വിശ്വാസിയുടെ ജീവിതം കാണുമ്പോൾ മറ്റുള്ളവർ പറയും ഇതുപോലൊരു ജാതി ഇതുപോലൊരു ജാതി ഉണ്ടോ എന്ന്.
और विश्वासियों हिम्मत पाते हुए आगे बढ़ते हैं। हमें देखते हुए अन्य जातियों वालों ने कहना चाहिए ऐसे प्रकार की दूसरा जाति है ही नहीं है। ക്രിസ്തുവിന് വേണ്ടി ജീവത്യാഗം ചെയ്യുവാൻ തയ്യാറാകുന്നതായ വിശ്വാസികളുടേതായ പോരാട്ടത്തിന്റെ ചരിത്രം നമുക്ക് ഇവിടെയും ഈ നാളുകളിൽ കാണുവാൻ കഴിയും. ये बाइबल में कई प्रकार की जगह में पाया जाता है। ईश्वरीय अनुग्रह प्राप्त करते हुए अपना आपकी त्याग किए हुए अनेक समय പ്രതിസന്ധികളുടെ മധ്യയും അതുപോലെ തന്നെ പീഡനങ്ങളുടെ മധ്യയും പിന്മാറാതെ ഉറച്ചു നിന്ന് അത് പോരാടുന്നതായ വിശ്വാസ വീരന്മാരെ ഓർത്ത് മിഷണറിമാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. और पीड़ा की समय कष्ट की समय मसीह को अपनाए हुए लोग हिम्मत से ढाढ़स बांधे हुए आगे बिठाने वाले कई लोगों को मुझे पहचानते हैं. ഒരു വിശ്വാസിയുടെ ധീരമായ ഈ നിലപാടിൻ്റെതായ രഹസ്യം ക്രിസ്തുവിലുള്ളതായ സന്തോഷം അത്രേ. एक विश्वासियों की जिंदगी की रहस्य विश्वास में आगे बढ़ते हुए रास्ता. ഈ വിശ്വാസ ജീവിതത്തിൽ കർത്താവിന്റെ ബലത്തിൽ അമിതമായി ശക്തിപ്പെടുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ വാക്കുകളെ ചുരുക്കുന്നു. ആമേൻ. मैं ये बात यहाँ पर समाप्त करता हूँ है कि प्रेरित पौलुस ने और मसीह ने हमें एक विश्वास के रास्ता दिखाया. वो रास्ता में हम भी आगे जाने के लिए तैयारी के साथ रहे. ये वचनों से हम सबों को प्रभु आशीष अनुग्रह दिया देंगे.